മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലിരിക്കുന്ന സമയം വിഷന്നവശനായ ഒരു അഅ്റാബി ആ പുണ്യഭവനത്തിലെത്തി സലാം ചൊല്ലുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, ഭക്ഷണം കഴിച്ചിട്ട് നാളുകളേറെയായി, വിശപ്പകറ്റാൻ വല്ലതും തരണേ നബിയെ. ആഗതൻ്റെ ദയനീയാവസ്ഥ കേട്ട കാരുണ്യക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന ചിന്തയിൽ ആയിഷ ബീവിയിലേക്ക് ഒന്ന് നോക്കുന്നു. മഹദി നിശബ്ദയായി തലകുനിച്ച് നിൽക്കുകയാണ്. വീട്ടിൽ ഒന്നുമില്ലെന്ന് ആ നൃത്തത്തിൽ നിന്നും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാകുന്നു. ഉടനെ പുറത്തേക്ക് വന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്ന അഅ്റാബിയോട് പറയുന്നു, നിങ്ങൾ എൻ്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകൂ. ആയിഷ റളിയല്ലാഹു അൻഹാ ബീവിയുടെ വീട്ടിൽ നിന്ന് എനിക്കൊന്നും തന്നില്ലെങ്കിലും പൊന്നുമോൾ ഫാത്തിമയുടെ വീട്ടിലേക്കാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറഞ്ഞയക്കുന്നത് എന്നതിൽ അയാൾക്ക് വല്ലാത്ത റാഹത്ത് തോന്നി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട് ലക്ഷ്യമാക്കി അയാൾ ധൃതിയിൽ നടന്നു. വയറിനകത്ത് വിശപ്പ് കൊലവിളി കൂട്ടുന്നുണ്ട്. ഫാത്തിമ ബീവിയുടെ മുറ്റത്തെത്തിയതും അയാൾ നീട്ടി വിളിച്ചു, മോളെ ഫാത്തിമ, മോളുടെ ഉപ്പയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ആ ഒരു പറച്ചിലിൽ എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ അയാളിൽ നിയലിക്കുന്നുണ്ടായിരുന്നു. നാളുകളേറെയായി മോളെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കവയ്യാതെ വന്നതാ. തണുപ്പും സഹിക്കാൻ പറ്റുന്നില്ല, ഒരു പുതുപ്പ് പോലും എനിക്കില്ല ഫാത്തിമ. അഅ്റാബിയുടെ വാക്കുകളിൽ ഉള്ളലിഞ്ഞ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അകത്തേക്ക് പോയി. എല്ലായിടത്തും മരിച്ചു പെറുക്കി തിരഞ്ഞിട്ടും വീട്ടിൽ നിന്നും അയാൾക്ക് കൊടുക്കാനായി ഒന്നും തന്നെ കിട്ടിയില്ല. ബീവിക്ക് നിരാശയായി. ഒന്നുമില്ലെന്ന് എങ്ങനെ ഞാൻ അയാളോട് പറയും? ഒരു അറ്റം വിരിച്ച് മറ്റേ അറ്റം കൊണ്ട് പുതച്ച് പിഞ്ചോമനകളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അന്നേരം ഉറക്കത്തിലാണ്. പുതപ്പിൽ നിന്നും പതിയെ അവരെ എടുത്ത് നഗ്നമായ തറയിലേക്ക് മാറ്റിയ ശേഷം ആ പുതപ്പെടുത്ത് മടക്കി ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അയാളിലേക്ക് ആ പുതപ്പ് നീട്ടി. മോളെ ഫാത്തിമ, പുതപ്പിനേക്കാൾ എനിക്കാവശ്യം അന്നമാണ്. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. മഹദിയിൽ നിന്നും ചുരുട്ടിക്കൂട്ടിയ പുതപ്പ് വാങ്ങുന്നേരം അയാൾ തൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം വീണ്ടും ഫാത്തിമ ബീവിയെ അറിയിക്കുകയായിരുന്നു. മഹദിക്ക് സഹിച്ചില്ല. അകത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനിലേക്ക് കരമുയർത്തുകയാണ്. യാ അല്ലാ, വിശപ്പ് സഹിക്കവയ്യാതെ സഹായം തേടി വന്ന അയാൾക്കൊരു നേരത്തെ അന്നം കൊടുക്കാൻ പോലും എന്നിൽ ഒന്നുമില്ലല്ലോ അല്ലാ. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഫാത്തിമ ബീവി വസ്ത്രങ്ങൾ അടുക്കി വെച്ച ഷെൽഫിനടുത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് തുണികൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞു പെട്ടി പുറത്തെടുത്തു. നെഞ്ചോട് ചേർത്ത് മെല്ലെ അതങ്ങ് തുറന്നതും ബീവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പെട്ടിക്കകത്തു നിന്നും സ്വർണ്ണത്താലുള്ള ഒരു മുത്തുമാല പുറത്തെടുത്ത് ഫാത്തിമ ബീവി കണ്ണീരോടെ അതിൽ തുരുതുരാ ചുംബിക്കുകയാണ്. ശേഷം മിഴികളെ തുടച്ച് വൃത്തിയാക്കി പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അഅ്റാബിയിലേക്ക് ആ മാലയങ്ങ് വെച്ച് നീട്ടി. ഇതാ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, ഇതുകൊണ്ടുപോയി വിറ്റ് വല്ലതും കഴിച്ചോളൂ. പറഞ്ഞു കഴിയേണ്ട താമസം ഫാത്തിമ ബീവി നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. എന്തിനാ ഫാത്തിമ മോള് കരയുന്നത് എന്ന അഅ്റാബിയുടെ അതിശയം നിറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ മഹദി വീട്ടിനുള്ളിലേക്കോടി. അഅ്റാബിക്ക് വല്ലാത്ത സന്തോഷമായി. തണുപ്പകറ്റാൻ പുതപ്പും വിശപ്പകറ്റാൻ സ്വർണ്ണമാലയും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ തന്നിരിക്കുന്നു. സന്തോഷമറിയിക്കാനായി അയാൾ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മകൾ സ്വർഗത്തിലെ റാണിയാണ് നബിയെ. ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞെത്തിയ എന്നെ ഫാത്തിമ നിരാശപ്പെടുത്തിയില്ല. പുതക്കാൻ പുതപ്പും ഭക്ഷണത്തിനായൊരു സ്വർണ്ണമാലയും ഫാത്തിമ റളിയല്ലാഹു അൻഹാ എനിക്ക് തന്നു. കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ബീവിയെക്കുറിച്ച് അങ്ങനെ കേൾക്കുന്നേരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് നിറഞ്ഞു. പക്ഷേ ഒടുവിൽ അഅ്റാബി പറയുകയാണ്, മാല എന്നെ ഏൽപ്പിച്ച നേരം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വല്ലാതെ കരഞ്ഞുപോയി നബിയെ.
അതോടെ പൊന്നുപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിച്ചു. ആ മാലയൊന്ന് എനിക്ക് കാണിച്ചു തരാമോ? അറാബിയോടുള്ള മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. ഉടനെ അയാൾ ആ മാലയെടുത്ത് പൊക്കി കാണിച്ചതും പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞു. ശറഫേറും താടിരോമങ്ങൾക്കിടയിലൂടെ അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. രംഗം കണ്ട സ്വഹാബത്തിന് സഹിച്ചില്ല. എന്തുപറ്റി നബിയേ, എന്തിനാണങ്ങ് പ്രയാസപ്പെട്ട് കരയുന്നത്? ഓ സ്വഹാബ, ആ മാല ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അതെൻ്റെ ഖദീജ റളിയല്ലാഹു അൻഹായുടെ മാലയാ. മഹദി വഫാത്താകുന്നേരം എൻ്റെ ഫാത്തിമയെ അരികത്ത് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, മോളുടെ ശരീരം സ്വർണ്ണാഭരണങ്ങളാൽ നിറക്കാൻ ഉമ്മക്ക് പൂതിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഉമ്മയോട് ക്ഷമിക്കണം മോളെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി കൊടുത്തു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നനവാർന്ന വാക്കുകൾ കേട്ട് സ്വഹാബത്ത് കരയാൻ തുടങ്ങി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്. അന്നേരം ഖദീജ റളിയല്ലാഹു അൻഹാ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മുത്തുമാല അഴിച്ച് പൊന്നുമോൾ ഫാത്തിമയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് തരാനായി ഉമ്മൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. മോളിത് സൂക്ഷിച്ചു വെക്കണം. എന്നെ കാണാൻ ആശ വരുമ്പോഴെല്ലാം ഇതെടുത്ത് മുഖത്തോട് ചേർത്ത് വെച്ചോളൂ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഇടറിപ്പോയി. ഓ സ്വഹാബ, ആ മാലയാണിത്. ഇതാ സഹോദരൻ നൽകുന്നേരം പാവം ഫാത്തിമ റളിയല്ലാഹു അൻഹാ എങ്ങനെയാണാവോ സഹിച്ചത്? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നിധി പോലെ സൂക്ഷിച്ചു പോന്നതാണ് ആ മാല. പൊന്നുമ്മയുടെ ചൂടും ചൂരും ഫാത്തിമ ബീവിക്ക് പകർന്നു നൽകാറുള്ള സ്നേഹമാലയാണത്. അതുകൊണ്ട് തന്നെയാകുമല്ലോ ദിവസങ്ങളോളം അലിയാര് തങ്ങൾക്കും പൊന്നോമന മകൾക്കുമൊപ്പം വിശപ്പിൻ്റെ കാഠിന്യം അനുഭവിച്ചപ്പോഴെല്ലാം ആ മാല വീടിനകത്തെ സൂക്ഷിപ്പു അറയിൽ സുരക്ഷിതമായി കഴിഞ്ഞത്.